കണ്ണു തുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. താങ്കളിപ്പോ ഒരുപാട് സംഘടനകളിൽ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഏതൊക്കെ സംഘടനകളാണെന്ന് പറയാം? സംഘടനകൾ പ്രത്യക്ഷമായിട്ട് സംഗീതമായിട്ട് ബന്ധമില്ലാത്ത പല സംഘടനകളിലും ഉണ്ട്. ഈ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു രക്ഷാധികാരി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കലാദർപ്പണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനമുണ്ട് ആലുവയിൽ. എം.വി. ദേവനാണ് അതിൻ്റെ ചെയർമാൻ. അതിൻ്റെ സംസ്ഥാന ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷമായിട്ട് അതൊരു എല്ലാ തുറകളിലുള്ള സംഗീതജ്ഞന്മാരും നടന്മാരും നൃത്ത രംഗത്തുള്ളവരും എല്ലാവരും അതിലുണ്ട്. ഏകദേശം 600ഓളം അംഗങ്ങൾ അതിലുണ്ട്. അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പ്രകൃതി വലിയ ഇഷ്ടമാണ്. പ്രകൃതി വെറുതെ നോക്കാനും ആസ്വദിക്കാനും അങ്ങനെ ആ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ എൻവയറൺമെൻറ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ പാലക്കാട് അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. പിന്നെ കുറച്ച് സമുദായ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില മദ്യനിരോധനം അങ്ങനെയുള്ള അതിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ പാലക്കാട് കൺസ്യൂമർ അസോസിയേഷൻ്റെ അതിൻ്റെ ഒരു രക്ഷാധികാരിയാണ്. ഇങ്ങനെയുള്ള പലതിലും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സ്വരലയ, സ്വരലയിൽ ഞാനൊരു ചെറിയ അംഗമാണ്. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. ഇപ്പോൾ അവർ നടത്തുന്ന സംഗീത വിദ്യാലയത്തിൽ അവർക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഫാക്കൽറ്റിയിൽ ഒരു വിസിറ്റിംഗ് ആയിട്ട് ഇടയ്ക്ക് പോകാറുണ്ട്. താങ്കളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന്? ഭാര്യ തപാൽ വകുപ്പിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ദിര, ഇവിടെ പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിൽ അവർ ജോലി ചെയ്യാണ്. പിന്നെ 2 മക്കളാണ്. മൂത്തത് മകൻ ഇപ്പോൾ MBA കഴിഞ്ഞു, കോയമ്പത്തൂരിൽ നിന്ന് ശ്യാം. MBA കഴിഞ്ഞ് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള ബാംഗ്ലൂരിൽ ഒരു കമ്പ്യൂട്ടർ കമ്പനി. മകള് മ്യൂസിക് 1ാം വർഷം വിദ്യാർത്ഥിനിയാണ് ചിറ്റൂർ കോളേജ് ശൈല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അവളുടേതായിട്ടുള്ള പാരമ്പര്യം കണ്ടെത്തേണ്ടതാണ്. അതെ. അവസാനമായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം കൂടെ ഒന്ന് ആലോചിക്കാമോ? രക്ഷകർക്ക് ఎందరో మహానుభావులు ఎందరో మహానుభావులు ఎందరో మహానుభావులు ఎందరో మహానుభావులు అంతరికి వందనము ఎందరో మహానుభావులు అందరికి వందనము ఎందరో మహానుభావులు అందరికి వందనము ఎందరో మహానుభావులు అందరికి వందనము ఎందరో మహానుభావులు. വളരെയധികം സന്തോഷമുണ്ട്. പാലക്കാട്ടെ സംഗീതജ്ഞനായ ശ്രീ ചേറ്റൂർ രാധാകൃഷ്ണൻ സംഗീതം മാത്രമല്ല സമസ്ത മേഖലകളിലും വ്യത്യസ്ത സംഘടനകളിൽ നേതൃപരമായ പങ്കുവഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ ചേറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതിഥി എന്ന പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും വാർത്തകളിലേക്ക്. രാഗസുധാരസം ക്ഷീരസാഗരമായി സ്വാതി പെരുളാണായി
ഭക്തിപ്രവാഹമായി പത്മനാഭപാദി ഗുണവസന സൗരേ സരിഗമ പദ മമ മമ ഗരി ഗരി സഗരി ഗരി ഗരി പദ സംഗീതനഭത്തിലെ പൂർണ്ണിന്ദുവായൊരു ശ്രീത്യാഗരാജൻ ചന്ദന മുഴുപ്പാപ്പാൻ സൗഗന്ധമേഘവേ ലോകാഭിരാമൻ അഗതായിരവതരി ലോകാഭിരാമൻ അഗതായിരവതരി ഹരിയുടെ കേളിക്കാൻ വേദിയൊരുക്കിയ ഹരിയുടെ കേളിക്കാൻ വേദിയൊരുക്കിയ യമുനലോലമായി യമുനലോലമായി ജഗദോ ഉദാഹരണ ശ്രീകോവിൽ കാണിച്ചൊരു ലോകമാതാവിനെ അടിപൊളിക്കുമ്പിട്ടുധാരാചന ചെയ്തു ശാസ്ത്രീയം ദീക്ഷിതരും നിർവൃതി കൊള്ളുമ്പോൾ അന്നപൂർണേ വീശാരാത്രി അഖിലഭുവന സാക്ഷി കരാത്രി അന്നപൂർണേ വീശാരാത്രി അഖിലഭുവന സാക്ഷി ആകാശധാരയിൽ നീരാടി നിൽക്കുമ്പോൾ